സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമാണെന്ന് കരുതട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഒരു 10-70 വയസ്സുള്ള ചാലയിൽ ഉരുളക്കിഴങ്ങും സവാളയും സ്റ്റേഷനറി ഐറ്റങ്ങളുമൊക്കെ ഹോൾസെയിലായിട്ട് കച്ചവടം ചെയ്യുന്ന എൻ്റെ ഒരു കച്ചവടക്കാരനായ ഒരു സുഹൃത്ത് 6-7 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ ക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കാലിന് വലിയൊരു അപകടം സംഭവിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റി അദ്ദേഹം വീട്ടിൽ ബെഡ് റെസ്റ്റ് ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്ന് പോയി. അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ സംഭവിച്ച ഒരു സന്തോഷകരമായ ഒരു അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. തിരുവനന്തപുരത്തെ ശാസ്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് മിലിട്ടറിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അവിടെ ഒരു സ്റ്റേഷനറി കച്ചവടം നടത്തുന്ന 55 വയസ്സ് 60 വയസ്സുള്ള ഒരു മധ്യവയസ്കനായ ഒരു സഹോദരൻ ചാലയിൽ നിന്ന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കടയിൽ എത്തിച്ചു കൊടുക്കും. കൃത്യമായിട്ട് അതിൻ്റെ ക്യാഷ് തിരിച്ചുകൊണ്ട് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിക്കുകയുണ്ടായി. അങ്ങനെ കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്ന ഈ ക്യാഷ് കിട്ടാതെയായി. അപ്പോഴും അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ആ കടം തീർച്ചയായും തിരിച്ച് താങ്കളിലേക്ക് മടക്കി തരാം. എനിക്ക് അരുവിക്കര കുറച്ച് സ്ഥലം വിൽക്കാനുണ്ട്, അത് വിൽപ്പന നടത്തിയിട്ടെങ്കിലും താങ്കളുടെ ക്യാഷ് ഞാൻ തിരിച്ചെത്തിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ കടയൊക്കെ പൂട്ടി അദ്ദേഹം രോഗവുമായി മല്ലിട്ട് അവസാനം അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് തരാനുള്ള ഏകദേശം 1 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു. അദ്ദേഹം അത് പൊരുത്തപ്പെട്ടു കൊടുത്തു. അതിനി കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് കരുതി, രോഗവുമായി മരണപ്പെട്ടു പോയതല്ലേ എന്ന് കരുതി. ഇദ്ദേഹം മരണപ്പെട്ട് 1 വർഷക്കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചാലയിലെ ആ ഷോപ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ മാനേജർ വന്ന് പറഞ്ഞു, പുറത്തൊരു ലേഡി വന്ന് താങ്കളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ഇതാണോ ഷോപ്പെന്ന്. അകത്തേക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ആ സഹോദരി അദ്ദേഹത്തോട് പറഞ്ഞത്, ശാസ്തമംഗലത്ത് കച്ചവടം ചെയ്ത ഇന്നയാളുടെ ഭാര്യയാണ്. താങ്കൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള, അദ്ദേഹം ഒരുപാട് 6-7 പേർക്ക് അദ്ദേഹം തിരിച്ച് കടം വാങ്ങിയത് മടക്കി കൊടുക്കേണ്ടതുണ്ട്, താങ്കളുടെ പേരിലും ആ ലിസ്റ്റിലുണ്ട്. അദ്ദേഹം ആ സമയത്ത് ഈ കച്ചവടക്കാരൻ, എൻ്റെ സുഹൃത്തായ ഈ ഹോൾസെയിൽ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിനത് പൊരുത്തപ്പെട്ട് കൊടുത്തു. അദ്ദേഹം രോഗമൊക്കെ ആയി പ്രയാസപ്പെട്ടപ്പോൾ ഞാനത് എഴുതി തള്ളിയതാണ്, അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി അദ്ദേഹത്തിൻ്റെ ആ മേശപ്പുറത്ത് ആ ക്യാഷ് വെച്ചിട്ട്, എൻ്റെ ഭർത്താവ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. ആ ക്യാഷ് അവിടെ വെച്ചിട്ട് നിശബ്ദയായി ആ അമ്മ മടങ്ങിപ്പോകുമ്പോൾ ചില മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ്, ഭർത്താവ് മരണപ്പെട്ടു പോകുമ്പോൾ ആ ഭാര്യയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. അദ്ദേഹം മരണപ്പെട്ടിട്ടും സ്വന്തം ജീവിത പങ്കാളി കൃത്യമായി ആ വാഗ്ദാനം പാലിക്കുകയാണ്. സമകാലിക സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഇപ്രകാരം നമ്മൾ പലപ്പോഴും കടം കൊടുക്കാറുണ്ട്, ആവശ്യത്തിന് കടം വാങ്ങാറുണ്ട്. പക്ഷേ ഇങ്ങനെ കടം വാങ്ങുന്ന ഈ ഒരു പ്രശ്നത്തെ തുടർന്നാണ് പലപ്പോഴും പല സൗഹൃദ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളുമൊക്കെ തകർന്നു പോകുന്നതിൻ്റെ സുപ്രധാനമായ ഒരു കാരണം, ചിലർ ആ ഡേറ്റ് പറഞ്ഞൊരു കടം വാങ്ങിയാൽ ആ ഡേറ്റ് കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് പോയാലും എത്ര വർഷം മുൻപോട്ട് പോയാലും
പാവം ആ കൊടുത്ത സഹോദരൻ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. വീട്ടിലേക്ക് ഇത്ര തരാൻ കാശുണ്ട് എന്ന് ചോദിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം വീട്ടിൽ കയറിയിരുന്നിട്ട് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കുക. അങ്ങനെ എത്ര കടം വാങ്ങുന്ന മനുഷ്യരാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വ്യക്തിത്വമെന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാട് സുതാര്യമായിരിക്കണം. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും മഹിതമായ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്, ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. തെമ്മാടി എന്ന് സമൂഹം വിധി എഴുതിയ ഒരു മനുഷ്യനും കൃത്യമായി അയാൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് അയാൾ കൃത്യമായി പാലിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അയാളുടെ മനസ്സിൽ, അയാളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ട് എന്നാണ് അർത്ഥം. ചിലർ പഞ്ചസാര വാക്കുകളും കൗതുകമുണർത്തുന്ന സംസാരങ്ങളൊക്കെ നടത്തിയിട്ട് ഞാൻ ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ ആ ക്യാഷ് തിരിച്ചു തരാം എന്ന് പറഞ്ഞ് കടം വാങ്ങിയിട്ട് ആ മനുഷ്യൻ്റെ ആവശ്യങ്ങളും ഒരുപക്ഷെ അയാൾ രോഗിയായും മരണവുമായും അല്ലിടുമ്പോൾ പോലും ഹോസ്പിറ്റലിൻ്റെ ചികിത്സയ്ക്ക് എനിക്ക് ക്യാഷ് ആവശ്യമാണെന്ന് പറയുമ്പോൾ പോലും തിരിച്ചു കൊടുക്കാൻ സന്നദ്ധമാകാത്ത ചില മനുഷ്യരുണ്ട്. ഒരു ആത്മീയ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിനക്ക് ഇന്ന വ്യക്തിയെക്കുറിച്ച് അറിയുമോ? അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയാം, അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. ആ ഗുരു തൻ്റെ ശിഷ്യനോട് ചോദിച്ചു, നീ അയാളുടെ അയൽവാസിയായി നീ താമസിച്ചിട്ടുണ്ടോ? ഇല്ല. അയാളുമായി നീ എന്തെങ്കിലും സാമ്പത്തികമായ ഇടപാട് നീ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അയാളുമായി നീ വിദൂര യാത്ര എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇല്ല. ആ ആത്മീയ ഗുരു ആ ശിഷ്യനോട് പറഞ്ഞു, നിനക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒരു വ്യക്തി അയാളുടെ സാമ്പത്തികമായ ഇടപാട് നടത്തുമ്പോൾ കൃത്യമായി അത് തിരിച്ചേൽപ്പിക്കുമ്പോഴാണ് അയാളുടെ സത്യസന്ധമായ വ്യക്തിത്വം മനസ്സിലാകുന്നത്. ഒരു മനുഷ്യൻ അയാളുടെ അയൽവാസിയായി താമസിക്കുമ്പോഴാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ അവൻ്റെ മനുഷ്യത്വം, അവൻ്റെ വ്യക്തിത്വം, സമൂഹത്തിലെ സ്ഥാനം, പദവി ഇതൊക്കെ വിലയിരുത്തുന്നത് ഒരു സാമ്പത്തികമായ ഇടപാടുകൾ സുതാര്യമാകുമ്പോഴാണ്. എന്നാൽ നന്മ നിറഞ്ഞ മനുഷ്യർ രാവിലെ 2 കവർ പാല് വാങ്ങിയിട്ട് ഒരു 2 രൂപ അയാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ രാത്രി ഉറക്കമൊഴിഞ്ഞ് ആ പാവം മനുഷ്യൻ പാല് വണ്ടിയിൽ നിന്ന് പാലെടുത്തു വെക്കുകയും കച്ചവടം ചെയ്യുകയും നമ്മളിൽ നിന്ന് കിട്ടുന്ന ചില്ലറ തുട്ടാണ് അയാളുടെ ലാഭമെന്ന് കരുതി പിറ്റേ ദിവസം അത് ഓർമ്മയോടുകൂടി കൊണ്ട് മടക്കി കൊടുക്കുന്ന മനുഷ്യരുണ്ടാകും. അവിടെയാണ് മനുഷ്യൻ്റെ മഹത്വമെന്ന് പറയുന്നത്. ആ അപകടം സംഭവിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ്റെ സന്തോഷകരമായ അനുഭവം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അതുകൊണ്ട് ഞാനത് നിങ്ങളോട് പങ്കുവെക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.